എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി. ജോൺ മത്തായി ആണ് ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി. ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം. ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം അമോണിയ. അമോണിയയാണ് ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം. ദ്വിതീയ മേഖലയുടെ അടിത്തറ. ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായം. വ്യവസായമാണ് ദ്വിതീയ മേഖലയുടെ അടിത്തറ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലാദ്യത്തെ കയർ ഗ്രാമം. കേരളത്തിലാദ്യത്തെ കയർ ഗ്രാമം വയലാർ. വയലാറാണ് കേരളത്തിലാദ്യത്തെ കയർ ഗ്രാമം. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. പൈറോമീറ്ററാണ് വളരെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്? ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത്. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ്. JC ബോസ് ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകമാണ്. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. പ്രോട്ടീനാണ് ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? പശ്ചിമഘട്ടം. പശ്ചിമഘട്ട പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു. BN റാവു ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭാഗം അറിയപ്പെടുന്നത്. മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭാഗം അറിയപ്പെടുന്നത് ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലം എന്നാണ് മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന ഭാഗം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം. പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി. പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവാണ് പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി. മലയാളത്തിൽ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷാണ് വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി.
ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദിയാണ്. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം അർജുന നൃത്തം. അർജുന നൃത്തമാണ് മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്നത്. അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? പാണ്ഡുരംഗ ഹെഗ്ഡെ. പാണ്ഡുരംഗ ഹെഗ്ഡെ ആയിരുന്നു അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദമാണ് ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം ജന്മം കൊണ്ട സ്ഥലം. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം ജന്മം കൊണ്ട സ്ഥലം കൊട്ടാരക്കര. കൊട്ടാരക്കരയിലാണ് കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം ജന്മം കൊണ്ടത്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിൻ്റെ ജീവരേഖ. രാഷ്ട്രത്തിൻ്റെ ജീവരേഖ എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. കേരളത്തിലെ ഏതു വിഭാഗം ആദിവാസികളെക്കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ ഏതു വിഭാഗം ആദിവാസികളെക്കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികൾ. കേരളത്തിലെ നായാടി വിഭാഗം ആദിവാസികളെക്കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ന്യൂട്രോൺ. ന്യൂട്രോണാണ് ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഒസീൻ. ഒസീനാണ് ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ. ലൂസിഫറിനാണ് മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ്. അറിവ് ശക്തിയാണ്, അജ്ഞത മരണവും എന്ന് പറഞ്ഞതാര്? അറിവ് ശക്തിയാണ്, അജ്ഞത മരണവും എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് അറിവ് ശക്തിയാണ്, അജ്ഞത മരണവും എന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16നാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിൻ്റെ പേര്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിൻ്റെ പേര് സ്കാൽപ്പ്. സ്കാൽപ്പ് എന്നാണ് തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ആദ്യ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ റയോലിയിലാണ് ഇന്ത്യയിലെ ആദ്യ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. സന്യാസി കലാപം പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലാണ് സന്യാസി കലാപം പശ്ചാത്തലമാക്കി
ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം നോർത്ത് പറവൂർ. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് നോർത്ത് പറവൂരിലാണ്. ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനഫലമായി ഉണ്ടാകുന്ന വാതകം. ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനഫലമായി ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡാണ് ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനഫലമായി ഉണ്ടാകുന്ന വാതകം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. കരളാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമൃത്സർ. അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അകക്കാമ്പിലൂടെ കടന്നുപോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ. അകക്കാമ്പിലൂടെ കടന്നുപോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങളാണ് അകക്കാമ്പിലൂടെ കടന്നുപോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ. ഇന്ത്യൻ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശങ്കർ. കെ ശങ്കരപ്പിള്ള. ശങ്കറാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭങ്കനം, ഡിഫ്രാക്ഷൻ. വിഭങ്കനമാണ് സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം. ജനൽ തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡ്ഹീഷൻ ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.